മലയാളത്തിൻ്റെ മോഹൻലാൽ എവിടെയാണ്? എന്റെ പൊന്നു ബ്രോ, ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവേണം. സത്യം പറയാലോ, കൊതിയാവേണം. 2024 തുടക്കമെത്തിയ വാലിബനും ഒടുക്കമെത്തിയ ബറോസും മൂക്കും കുത്തി വീണു. മോഹൻലാൽ ഇല്ലാതെയും ഈ ഇൻഡസ്ട്രിക്ക് പീക്കിലേക്ക് ഉയരാനാകുമെന്ന് 2024 വിലയിരുത്തപ്പെട്ടു. ഒന്നും അദ്ദേഹത്തിൻ്റെ ബോഡി അനങ്ങുന്നില്ല, മൂവ്മെൻറ്റ്സ് ഇല്ല, പിന്നെ ബാക്കി ഫേസിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാലോ, പലവട്ടം ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനിടയിലേക്കാണ് മോഹൻലാലിനെ ഒരു അംബാസഡറിലിരുത്തി തരുൺ മൂർത്തി കൊട്ടകകളിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഇതെന്ത് വിൻറ്റേജ്, എവിടത്തെ വിൻറ്റേജ്? അങ്ങനെ സംഭവം ഇല്ല, അതിന് നടക്കൂല മക്കളെ. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ലാലേട്ടൻ ആസ് എ പെർഫോമർ, ട്രസ്റ്റ് മീ, വെൻ ഹി ഡസ് ദാറ്റ്, നിങ്ങൾ കരയേണ്ടടുത്ത് കരയും, ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, പേടിക്കേണ്ടടുത്ത് പേടിക്കും. പുള്ളി എന്ത് ഇമോഷൻസ് ആണ് നമുക്ക് തരുന്നത്, അത് നമുക്കത് ഫീൽ ചെയ്യും. You feel that intensity, you feel that emotion, you feel that anger, you feel everything. അതെല്ലാം കറക്റ്റ് അളവിന് നമുക്ക് നമ്മളെ കൺവിൻസ് ചെയ്ത് ഇരുത്തുക എന്ന് പറയുന്നത് അതേപോലെ ആ റേഞ്ച് നടനാണ്. കണ്ണുകൊണ്ട് അഭിനയിക്കാൻ എന്നാ ഈ ലോകത്ത് വേറെ കുറച്ച് പേർക്കേ പറ്റൂ. അതിലെ മാസ്റ്റർ ഡിഗ്രി അല്ല, അതിൻ്റെ വല്ല PhD ഒക്കെ കഴിഞ്ഞ് വേറെ സാധനം എടുത്ത മനുഷ്യനാണ് ഇനി. അങ്ങനൊരു ലാലേട്ടൻ ഉണ്ട് മക്കളെ. ആ മനുഷ്യനെ ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. മുരുകാ.